ഹലോ നെറ്റ് ആസ്പിറൻസ്, വെൽക്കം ബാക്ക് ടു നെറ്റ് JRF ജംഗ്ഷൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് UGC നെറ്റിൽ ഈ ടോപ്പിക്കിൽ നിന്നും ഓൾമോസ്റ്റ് എല്ലാ പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി, എസ്പെഷ്യലി സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്, മാച്ച് ദ ഫോളോയിങ്, അസേഷൻ ആൻഡ് റീസണിങ്, കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ. അതുകൊണ്ട് വീഡിയോ കംപ്ലീറ്റ് ആയി കാണുക. അവസാനം ഞാനൊരു ഈസി മെമ്മറി ട്രിക്കും എക്സാം ടിപ്പും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ സാമ്പിളിങ് എന്താണെന്ന് നോക്കാം. ആദ്യം ഒരു ബേസിക് കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇമാജിൻ ഒരു സ്കൂളിൽ 2000 സ്റ്റുഡൻസ് ഉണ്ട്. നിങ്ങൾക്ക് അവരുടെ സോഷ്യൽ മീഡിയ യൂസേജിനെ കുറിച്ച് എന്ത് ചെയ്യണം? റിസർച്ച് ചെയ്യണം. എല്ലാ 2000 സ്റ്റുഡൻസിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ നമുക്ക് പറ്റുമോ? ഇല്ല, അത് പ്രാക്ടിക്കലല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? റിസർച്ചർ എന്ത് ചെയ്യും? ആ 2000 സ്റ്റുഡൻസിൽ നിന്നും ഒരു ചെറിയ ഗ്രൂപ്പിനെ നമ്മൾ സെലക്ട് ചെയ്യും. ഈ സ്മോൾ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാമ്പിൾ എന്ന് പറയുന്നത്. അതായത് ആ 2000 സ്റ്റുഡൻസിൽ നിന്ന് ഒരു ചെറിയ ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യുന്ന ആ സ്മോൾ ഗ്രൂപ്പിനെ നമ്മൾ സാമ്പിൾ എന്ന് പറയും. കംപ്ലീറ്റ് ഗ്രൂപ്പിനെ നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയും. പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ സെലക്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സാമ്പിളിങ് യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ റിസർച്ചിന് ടൈം സേവ് ചെയ്യാനും കോസ്റ്റ് കുറയ്ക്കാനും അതേപോലെ തന്നെ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ഈസി ആക്കാനും അനാലിസിസ് ഫാസ്റ്റ് ആക്കാനും ഒക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ലെറ്റ്സ് മൂവ് ഇൻ ടു ദ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷനിലുള്ള ഓരോ മെമ്പറിനും ഈക്വൽ ചാൻസ് ഉണ്ടായിരിക്കും സാമ്പിളായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സെലക്ഷൻ ചാൻസ് ഉണ്ട് എന്നാണ് അർത്ഥം. സെലക്ഷൻ റാൻഡം ആയിരിക്കും. അങ്ങനെ ഓരോരുത്തർ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് റിസർച്ചർ ബയസ് എന്തായിരിക്കും? കുറവായിരിക്കും. പ്രോബബിലിറ്റി സാമ്പിളിംഗ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ വളരെ കോമൺ ആണ്. ദെൻ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. റാൻഡം സെലക്ഷനാണ്. ഈക്വൽ ചാൻസ് ഉണ്ടായിരിക്കും ഓരോന്നിനും. ദെൻ ബയസ് കുറവായിരിക്കും. റെപ്രസെൻറ്റേറ്റീവ് സാമ്പിളായിരിക്കും. അതായത് ഒരു പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സാമ്പിളായിരിക്കും. പിന്നെ റിലയബിൾ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്സ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലൂടെ പറ്റും. പക്ഷേ അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. സാമ്പിളിംഗ് ഫ്രെയിം വേണം. അതേപോലെ തന്നെ ടൈം കൂടുതലായിട്ട് ചില സമയത്ത് എടുക്കും. എന്നിട്ട് അതേപോലെ തന്നെ കോസ്റ്റും ചില സമയത്ത് കൂടുതലായിട്ട് എടുക്കും. Then moving to the types of probability sampling. The first type is simple random sampling. Probability sampling in the first type ആണ് simple random sampling. Definition വളരെ സിമ്പിൾ ആണ്. പോപ്പുലേഷനിലുള്ള ഓരോ മെമ്പേഴ്സിനും ഈക്വൽ ചാൻസ് കൊടുത്ത് റാൻഡമായി സെലക്ട് ചെയ്യുന്ന ഒരു ടൈപ്പാണ് എന്തെന്ന് പറയുന്നത്? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. അതിൽ നമ്മൾ ലോട്ടറി മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റാൻഡം നമ്പർ ടാബിൾ യൂസ് ചെയ്യാം, അതും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ജനറേറ്റഡ് റാൻഡം നമ്പേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 500 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ നിന്ന് 50 സ്റ്റുഡൻസിനെ റാൻഡമായി ലോട്ടറി വഴി നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അതായത് ലോട്ടറി വഴി എന്ന് പറഞ്ഞാൽ 500 സ്റ്റുഡൻസിൻ്റെ പേരുകൾ ലോട്ടായിട്ട് എഴുതിയിട്ടിട്ട് അതിൽ നിന്നും 50 സ്റ്റുഡൻസിനെ നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ റാൻഡം സെലക്ഷൻ എന്ന കീവേഡ്സ് കണ്ടാൽ ആൻസർ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആയിരിക്കും. സോ ദ നെക്സ്റ്റ് ടൈപ്പ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. ഇവിടെ റിസർച്ചർ എവറി കേത്ത് യൂണിറ്റ് സെലക്ട് ചെയ്യുക. അതിന് മുമ്പ് ഫസ്റ്റ് യൂണിറ്റ് റാൻഡമായിട്ട് ചൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പം 1000 സ്റ്റുഡൻസ് ഉണ്ട്, 100 സാമ്പിൾസ് ആണ് വേണ്ടതെങ്കിൽ സാമ്പിൾ ഇൻ്റർവെൽ കെ ഇസ് ഈക്വൽ ടു പോപ്പുലേഷൻ ഡിവൈഡ് സാമ്പിൾ സൈസ്. അതായത് 1000 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 10. അപ്പോൾ റിസർച്ചർ എവറി 10th സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യും. അതായത് 1000-ൽ 10th സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 10ാമത്തെ ആളെടുക്കും, പിന്നത്തെ 20ാമത്തെ ആളെടുക്കും, പിന്നത്തെ 30ാമത്തെ ആളെടുക്കും, പിന്നത്തെ 40ാമത്തെ ആളെടുക്കും. അങ്ങനെ എടുക്കുകയാണ് ചെയ്യുക. ഇതിലിപ്പോൾ UGC നെറ്റ് കീവേഡായിട്ട് എവറി 5th, എവറി 10th, എവറി 20th, എവറി കേത്ത് എന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ദറ്റ് ഇസ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈപ്പാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. ഇവിടെ പോപ്പുലേഷന് ഹോമോജീനിയസ് ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ഹോമോജീനിയസ് എന്നാൽ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. അതായത് അതിലുള്ള എല്ലാത്തിനും സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെയിൽ സ്റ്റുഡൻസ്, അതിലെല്ലാവരും മെയിലായിരിക്കും ആ ഗ്രൂപ്പിൽ. അല്ലെങ്കിൽ ഫീമെയിൽ സ്റ്റുഡൻസ്, അർബൺ സ്കൂൾ അല്ലെങ്കിൽ റൂറൽ സ്കൂൾ, ഗവൺമെൻറ് സ്കൂൾ, പ്രൈവറ്റ് സ്കൂൾ, അങ്ങനെ ഓരോ ഗ്രൂപ്പ് ആക്കുകയാണെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ എല്ലാവർക്കും ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും
എന്നിട്ട് എല്ലാ ഗ്രൂപ്പിൽ നിന്നും റാൻഡം സാമ്പിൾ എടുക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് എല്ലാ കാറ്റഗറീസും റെപ്രസെൻറ്റേഷന് ലഭിക്കും. അപ്പോൾ എക്സാം ട്രിക്ക് പറയുകയാണെങ്കിൽ ഹോമോജീനിയസ് ഗ്രൂപ്പ്സ് എന്ന് കണ്ടാൽ തന്നെ ദാറ്റ് ഇസ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ആണ്. ദെൻ ഫോർത്ത് വൺ ഇസ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ഇത് സ്റ്റുഡൻസിന് കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ക്ലസ്റ്റർ സാമ്പിളിംഗ് പോപ്പുലേഷനെ നാച്ചുറൽ ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ സ്കൂൾസ്, വില്ലേജസ്, ഡിസ്ട്രിക്റ്റ്, കോളനീസ്. റിസർച്ചർ എല്ലാ സ്കൂളിൽ നിന്നും സാമ്പിൾ എടുക്കുന്നില്ല. പകരം ചില സ്കൂൾസ് റാൻഡമായി സെലക്ട് ചെയ്തിട്ട് ആ സ്കൂളിലുള്ള എല്ലാ സ്റ്റുഡൻസിനും സ്റ്റഡി ചെയ്യും. അതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതായത് നാച്ചുറൽ ഗ്രൂപ്പ്സ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. അത് എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതെന്താണ് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും, സ്യൂട്ടബിൾ ഫോർ ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയാസ്. ഇതിൽ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങും ക്ലസ്റ്റർ സാമ്പിളിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൽ പോപ്പുലേഷൻ എന്ത് ചെയ്യും ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ ഗ്രൂപ്പിൽ നിന്നും എവറി ഗ്രൂപ്പിൽ നിന്നും സാമ്പിൾസിനെ എടുക്കുകയാണ് ചെയ്യുക. എന്നാൽ ക്ലസ്റ്റർ സാമ്പിളിങ്ങിൽ പോപ്പുലേഷൻ എന്ത് ചെയ്യും നാച്ചുറൽ ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് എന്താണ് സെലക്ട് സം ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ക്ലസ്റ്ററിനെ അല്ലെങ്കിൽ ഗ്രൂപ്പിനെ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്നും സാമ്പിൾ എടുക്കുകയാണ് ചെയ്യുക. നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ഒരു സിറ്റിയിൽ സ്കൂളിൽ ഡാറ്റ കളക്ട് ചെയ്യാണ് വേണ്ടതെങ്കിൽ ആ സിറ്റിയിൽ ഒരു സ്കൂളിനെ സെലക്ട് ചെയ്ത് ആ സ്കൂളിലത്തെ കുറച്ച് സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ ലാസ്റ്റ് ടൈപ്പ് ആയിട്ടുള്ള മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ആണ്. നെയിം തന്നെ ക്ലൂ ആണ്. സാമ്പിളിംഗ് മൾട്ടിപ്പിൾ സ്റ്റേജസിൽ നടക്കും. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ റിസർച്ച് ചെയ്യുന്നു. ആദ്യം സ്റ്റേറ്റ് സെലക്ട് ചെയ്യും. പിന്നെ അതായത് ഒരു ഇന്ത്യയിൽ റിസർച്ച് ചെയ്യണം. ആദ്യം നമ്മൾ സ്റ്റേറ്റ് ഏത് സ്റ്റേറ്റിൽ നിന്നാണെന്നുള്ളത് സെലക്ട് ചെയ്യും. പിന്നെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യും. പിന്നെ ആ ഡിസ്ട്രിക്റ്റിൽ ഒരു സ്കൂൾ സെലക്ട് ചെയ്യും. പിന്നെ ആ സ്കൂളിലെ സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യും. ഇതാണ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ലാർജ് സ്കെയിൽ ഗവൺമെൻറ് സർവീസൊക്കെ ഇത് വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ആണ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. ആൻഡ് ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ആൻഡ് എക്കണോമിക്കൽ. ഇനി നമുക്ക് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ ടൈപ്പ് ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു ഈസി ട്രിക്ക് നോക്കാം. SSSCM അല്ലെങ്കിൽ SSSCM. അത് എസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ റാൻഡം, എസ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, എസ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, സി ക്ലസ്റ്റർ സാമ്പിളിംഗ്, എം മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. അപ്പം SQCM അങ്ങനെ പറയാം. ഇനി നമുക്ക് വാട്ട് ഈസ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് നോക്കാം. ഇവിടെ റാൻഡം സെലക്ഷൻ ഇല്ല. പോപ്പുലേഷനിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഈക്വൽ ചാൻസ് ഇല്ല. നേരത്തെ നമ്മൾ പഠിച്ചത് പ്രോബബിലിറ്റിയിൽ എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആണ്. പക്ഷേ നോൺ പ്രോബബിലിറ്റിയിൽ വരുമ്പം എല്ലാവർക്കും എന്തില്ല ഈക്വൽ ചാൻസ് ഇല്ല. റിസർച്ചറിൻ്റെ കൺവീനിയൻസും ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ പർപ്പസ് ബേസ് ചെയ്താണ് പാർട്ടിസിപ്പൻസിനെ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ബയസ് പ്രോബബിലിറ്റി കൂടുതലാണ്. ദെൻ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ഇത് വളരെ കോമൺ ആണ്. സോ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് പറഞ്ഞു. ദെൻ നമുക്ക് ഇനി അഡ്വാൻറ്റേജസ് നോക്കാം. സോ അഡ്വാൻറ്റേജസ് ഈസ് ക്വിക്കാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ചീപ്പാണ്, ലെസ് എക്സ്പെൻസീവ് ആണ്. ദെൻ ഈസിയാണ്, ടൈം സേവിങ് ആയിരിക്കും. എക്സ്പ്ലോറേറ്ററി റിസർച്ചിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സാമ്പിളിംഗ് ആണ്. ക്വാളിറ്റേറ്റീവ് സ്റ്റഡിയിൽ യൂസ്ഫുൾ ആണ്. ദെൻ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഹൈ ബയസ് ആണ്. അതായത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നത്. ബയസ് കൂടും. റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ ആയിരിക്കില്ല ഉണ്ടാവുക. ജനറലൈസേഷൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. ദെൻ സാമ്പിളിംഗ് എറർ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. നൗ ലെറ്റ്സ് സീ ദ ടൈപ്പ് ഓഫ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഫസ്റ്റ് വൺ ഇസ് കൺവീനിയൻറ്റ് സാമ്പിളിംഗ്. നെയിം ഇറ്റ്സെൽഫ് ഈസ് എ ക്ലൂ. ഈസിലി അവൈലബിൾ ആയിട്ടുള്ള പാർട്ടിസിപ്പൻസിനെ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക. അതായത് കൺവീനിയൻസിനനുസരിച്ചിട്ട് പാർട്ടിസിപ്പൻസിനെ സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ റിസർച്ചർ ക്ലാസ് റൂമിൽ പ്രസൻ്റ് ആയ സ്റ്റുഡൻസിനെ മാത്രം സർവേ ചെയ്യുക. അതായത് വരാത്തവരെന്ത് ചെയ്യുന്നില്ല, നോക്കുന്നില്ല. ഇത് കൺവീനിയൻറ്റ് സാമ്പിളിംഗ് ആണ്. കീവേഡ് അതായത് അവൈലബിൾ, നിയറസ്റ്റ്, ഈസി ആക്സസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് കൺവീനിയൻറ്റ് സാമ്പിളിംഗ് ആണ്. സോ നെക്സ്റ്റ് വൺ ഇസ് പർപ്പസീവ് സാമ്പിളിംഗ് ഓർ ജഡ്ജ്മെൻറ്റൽ സാമ്പിളിംഗ്. ഇവിടെ പർപ്പസീവ് സാമ്പിളിംഗ് എന്നാൽ റിസർച്ചർ ഒരു സ്പെസിഫിക് പർപ്പസ് വെച്ച് പാർട്ടിസിപ്പൻസിനെ എന്ത് ചെയ്യും സെലക്ട് ചെയ്യുന്ന മെത്തേഡാണ്. ഇവിടെ എന്തില്ല, റാൻഡം സാമ്പിളിംഗ് ഇല്ല. സെലക്ഷൻ കംപ്ലീറ്റ്ലി റിസർച്ചറിൻ്റെ ജഡ്ജ്മെൻറ്റ്, എക്സ്പെർട്ടൈസ് ആൻഡ് ഒബ്ജക്റ്റീവ് ബേസ് ചെയ്തായിരിക്കും ഉണ്ടാവുക. സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടി ബെസ്റ്റ് ഫിറ്റായ പീപ്പിൾസിനെ തന്നെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക റിസർച്ച് ചെയ്യുക. നെക്സ്റ്റ് ടൈപ്പ് ഇസ് ക്വോട്ട സാമ്പിളിംഗ്.
ഇവിടെ റിസർച്ച് പോപ്പുലേഷനെ പ്രീ ഡിസൈഡഡ് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. പിന്നെ ആ ഈച്ച് കാറ്റഗറിക്ക് വേണ്ടി ഒരു ഫിക്സഡ് നമ്പർ പാർട്ടിസിപ്പൻസ് സെറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു സർവേയിൽ 100 റെസ്പോൺസ് വേണമെന്ന് അസ്യൂം ചെയ്യുക. അതിൽ 50 മെയിലും 50 ഫീമെയിലും എന്ന കോട്ട ഫിക്സ് ചെയ്യും. പിന്നെ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എന്ന കാറ്റഗറീസിൽ നിന്നും റാൻഡം സെലക്ഷൻ ഇല്ല, പകരം കൺവീനിയൻസ് അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റിൻ്റെ ബേസ് ചെയ്തിട്ട് പാർട്ടിസിപ്പൻസിനെ എന്ത് ചെയ്യാണ് ചെയ്യുക, സെലക്ട് ചെയ്യാണ് ചെയ്യുക. കോട്ട കംപ്ലീറ്റ് ആകുന്നത് വരെ, അവരുടെ കോട്ട എന്ന് പറയുന്നത് 50 മെയിലും 50 ഫീമെയിലും ആണ്. ആ കോട്ട കംപ്ലീറ്റ് ആവുന്നത് വരെ എന്ത് ചെയ്യും, റാൻഡം അല്ലാതെ സെലക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിനെ നോൺ റാൻഡം ഫിക്സഡ് റെപ്രസെൻറ്റേഷൻ മെത്തേഡ് എന്നും പറയാറുണ്ട്. ഫിക്സഡ് നമ്പർ, കാറ്റഗറി വൈസ് ഡിസ്ട്രിബ്യൂഷൻ, നോൺ റാൻഡം സെലക്ഷൻ, ഇതൊക്കെ കേട്ടാൽ ദിസ് ഇസ് കോട്ട സാമ്പിളിംഗ് ആണ്. തന്നെ നെക്സ്റ്റ് സാമ്പിളിംഗ് ഇസ് സ്നോബോൾ സാമ്പിളിംഗ്. ഇതൊരു നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡാണ്. എസ്പെഷ്യലി ഹിഡൻ അല്ലെങ്കിൽ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോപ്പുലേഷൻ സ്റ്റഡി ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സാമ്പിളിംഗ് ആണ് സ്നോബോൾ സാമ്പിളിംഗ്. സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇനീഷ്യൽ പാർട്ടിസിപ്പൻറ്റിനെ സെലക്ട് ചെയ്യും. അവരുടെ റെഫറൻസ് വഴി നെക്സ്റ്റ് പാർട്ടിസിപ്പൻസിനെ കണ്ടുപിടിക്കുന്ന സാമ്പിളിംഗ് മെത്തേഡാണ്. അതായത് റിസർച്ചർ ആദ്യം ഒരു പേഴ്സണെ ഐഡൻറ്റിഫൈ ചെയ്യും. ആ പേഴ്സൺ റിസർച്ച് ടോപ്പിക്കിന് റെലവൻ്റ് ആയ വേറെ പാർട്ടിസിപ്പൻസിനെ എന്ത് ചെയ്യും, റെക്കമെൻഡ് ചെയ്യും. അങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ സാമ്പിൾ ഗ്രോ ചെയ്യാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഇതിനെ സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഡ്രഗ് അഡിക്റ്റ്, റെഫ്യൂജീസ്, പീപ്പിൾ വിത്ത് റയർ ഡിസീസ്. അതപ്പോൾ ഫോർ എക്സാമ്പിൾ പീപ്പിൾ വിത്ത് റയർ ഡിസീസ് ആണെങ്കിൽ ഒരു റയർ ഡിസീസ് ഉള്ള ആളെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അയാൾ വേറൊരു റയർ ഡിസീസുള്ള ആളെ പരിചയപ്പെടുത്തി തരും. അപ്പോൾ അയാളുടെ അടുത്ത് പോയി റിസർച്ച് എടുക്കും. അയാൾ വേറൊരാളെ പരിചയപ്പെടുത്തി തരും. അപ്പോൾ അയാളുടെ അടുത്ത് പോയി റിസർച്ച് എടുത്തും. അങ്ങനെയാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് എ റെഫറൽ ബേസ്ഡ് സെലക്ഷൻ ആണ്, ഒരു ചെയിൻ മെത്തേഡാണ്, നോൺ റാൻഡം സാമ്പിളിംഗ് ആണ്, യൂസ്ഡ് ഫോർ ഹാർഡ് ടു റീച്ച് പോപ്പുലേഷൻ. ദെൻ കീവേഡ്, റെഫറൽ, ചെയിൻ, നെറ്റ്വർക്ക്, ഹിഡൻ പോപ്പുലേഷൻ എന്നൊക്കെ കണ്ടാൽ ഇറ്റ് ഈസ് സ്നോബോൾ സാമ്പിളിംഗ്. Then let's see the memory trick of non-probability sampling. CQPS, C for convenience, Q for quota, P for purposive and S for snowball sampling. ഇത് ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ ഏതാണെന്നുള്ളത് നമുക്ക് ഓർമ്മ വരും, രണ്ടും കൂടെ മിക്സായി പോവില്ല. Now let's see the differences between probability sampling and non-probability sampling. Probability sampling-ൽ റാൻഡം സെലക്ഷൻ ഉണ്ട്. നോൺ പ്രോബബിലിറ്റിയിലാവുമ്പം റാൻഡം സെലക്ഷൻ ഇല്ല. പ്രോബബിലിറ്റിയിൽ എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആണുള്ളത്, എന്നാൽ നോൺ പ്രോബബിലിറ്റിയിൽ ഈക്വൽ ചാൻസ് ഇല്ല. ഓരോരുത്തരുടെ ജഡ്ജ്മെൻറ്റിൻ്റെ കൺവീനിയൻസിൻ്റെ ബേസിസിലായിരിക്കും സാമ്പിളിനെ സെലക്ട് ചെയ്യുക. ദെൻ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ ബയസ് കുറവാണ്, കാരണം റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്നതിന് കൊണ്ട് തന്നെ. പക്ഷേ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ ബയസ് കൂടുതലായിരിക്കും, ഓരോരുത്തർ ജഡ്ജ്മെൻറ്റിൻ്റെയും കൺവീനിയൻസിൻ്റെയും ബേസിസിൽ സെലക്ട് ചെയ്യുന്നതിന് കൊണ്ട് തന്നെ. പ്രോബബിലിറ്റി സാമ്പിളിംഗ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിലായിരിക്കും യൂസ് ചെയ്യുന്നത്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് റിസൾട്ട് ജനറലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും, പക്ഷേ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ അത് ഡിഫിക്കൽട്ടാണ്. പിന്നെ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ് സാമ്പിളായിരിക്കും. നോൺ പ്രോബബിലിറ്റി റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കില്ല, കാരണം ഓരോരുത്തരുടെ കൺവീനിയൻസിനനുസരിച്ചാണല്ലോ സെലക്ട് ചെയ്യുന്നത്. ദെൻ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ ഹൈ അക്യുറസി ഉണ്ടായിരിക്കും, നോൺ പ്രോബബിലിറ്റിയിൽ ലോവർ ആയിരിക്കും. ദെൻ പ്രോബബിലിറ്റി എക്സ്പെൻസീവ് ആയിരിക്കും, നോൺ പ്രോബബിലിറ്റി എക്കണോമിക്കലായിരിക്കും. Then let's see the frequently asked UGC net keywords. ഈക്വൽ ചാൻസ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആയിരിക്കും. അതേപോലെ ലോട്ടറി മെത്തേഡൊക്കെ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിലാണ് വരിക. എവറി കെയർത്ത് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ 5th സ്റ്റുഡൻറ്റ് 10th സ്റ്റുഡൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആയിരിക്കും. ഹോമോജിനിയസ് ഗ്രൂപ്പ് കണ്ടാൽ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ആയിരിക്കും. സ്കൂൾസ് ഓർ വില്ലേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലസ്റ്റർ സാമ്പിളിംഗ് ആയിരിക്കും. ആ സ്റ്റേറ്റിൽ നിന്ന് ഡിസ്ട്രിക്റ്റിനെ കണ്ടെത്തി ആ ഡിസ്ട്രിക്റ്റിലെ ഒരു സ്കൂളിനെ കണ്ടെത്തി സ്കൂളിലെ സ്റ്റുഡൻസിനെ കണ്ടെത്തുന്നതിന് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്ന് പറയും. ഈസിലി അവൈലബിൾ റെസ്പോൺസസ് കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് കൺവീനിയൻറ്റ് സാമ്പിളിംഗ്. എക്സ്പെർട്ടിൻ്റെ ഒപ്പീനിയൻ തേടുകയാണെങ്കിൽ ദാറ്റ് ഈസ് പർപ്പസീവ് സാമ്പിളിംഗ്. സാമ്പിളിനെ സെലക്ട് ചെയ്യുന്ന ടൈമിൽ ഒരു ഫിക്സഡ് കാറ്റഗറി നോക്കുകയാണ്, അതായത് 50 മെയിൽ വേണം അല്ലെങ്കിൽ 50 ഫീമെയിൽ വേണം നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോട്ട സാമ്പിളിംഗ്. ഹിഡൻ പോപ്പുലേഷനിൽ, അതായത് പുറത്തേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കാത്തവരെ റിസർച്ച് നടത്തുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സ്നോബോൾ സാമ്പിളിംഗ്. Then let's see the common confusions. Stratified sampling with cluster sampling. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൽ ഹോമോജീനിയസ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, എല്ലാ ഗ്രൂപ്പിൽ നിന്നും സാമ്പിൾ എടുക്കും. എന്നാൽ ക്ലസ്റ്റർ സാമ്പിളിങ്ങിൽ നാച്ചുറൽ ഗ്രൂപ്പ്സ് ആയിരിക്കും ഉണ്ടാവുക, ചില ക്ലസ്റ്റേഴ്സിനെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. The next one is simple random sampling versus systematic sampling. Simple random sampling കംപ്ലീറ്റ് റാൻഡം സെലക്ഷൻ ആണ്. സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങിൽ എവറി കേത്ത് നമ്പറിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്.
ദെൻ പർപ്പസീവ് സാമ്പിളിംഗ് ആൻഡ് കൺവീനിയൻസ് സാമ്പിളിംഗ്. പർപ്പസീവിൽ എക്സ്പേർട്ടിനെ പർപ്പസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. കൺവീനിയൻസിലാവുമ്പം അവൈലബിൾ ആയവരെ മാത്രം എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ദെൻ ലെറ്റ്സ് ഗോ ത്രൂ എ ക്വിക്ക് റിവിഷൻ. പ്രോബബിലിറ്റി സാമ്പിളിംഗ് റാൻഡം ആയിരിക്കും, ഈക്വൽ ചാൻസ് ആയിരിക്കും ഓരോരുത്തർക്കും, ബയസ് കുറവായിരിക്കും, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനാണ് അത് ആപ്റ്റ് ആയിട്ടുള്ളത്. അതിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത് സിമ്പിൾ, റാൻഡം, സിസ്റ്റമാറ്റിക്, സ്ട്രാറ്റിഫൈഡ്, ക്ലസ്റ്റർ ആൻഡ് മൾട്ടി സ്റ്റേജ്. ദെൻ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നോൺ റാൻഡം ആയിരിക്കും, അൺഈക്വൽ ചാൻസ് ആണ്, ബൈസ് കൂടുതലായിരിക്കും, ക്വാളിറ്റേറ്റീവ് റിസർച്ചിനാണ് അത് ആപ്റ്റ് ആയിട്ടുള്ളത്. ടൈപ്സ് കൺവീനിയൻസ്, കോട്ട, പർപ്പസീവ്, സ്നോബോൾ. സോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന സാമ്പിളിംഗ് ടൈപ്പ് ഏതാണെന്ന് പറയുക. UGC നെറ്റ് പേപ്പർ 1ഉം കൊമേഴ്സ് പേപ്പർ 2ഉം ഈസിയായി പഠിക്കാൻ വേണ്ടിയിട്ട് JRF ജംഗ്ഷൻ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു. ഹാപ്പി ലേണിംഗ് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ UGC നെറ്റ് എക്സാം.